ആരാത്? ആട്ടം കഴിഞ്ഞ കാളിയല്ല നിൽക്കുന്ന തമ്പുരാട്ട മുന്നില്ല നുണ പറയുമ്പോ നോക്കി ഇങ്ങോട്ടും പറയാ. പറയില്ല കാളിയെ കണ്ടാ യാതൊരു സ്ഥലമൊന്നും അല്ലത്. കാളിയല്ല. ആരാ? ബുദ്ധിമുട്ടിക്കണ്ട. വേണ്ടെങ്കിൽ ഒഴിവാക്കി കളയും. കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. 10 ആളുകൾ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഇവരെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്താണ്. പലപ്പോഴും കുടുംബത്തിൽ വളരെ സാധാരണമായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളിൽ ചിലർക്ക് ഒരു പുതിയ കാരണം ഇങ്ങനെയുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. അതേപോലെ ഒരു ജനക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ നടത്തിയ ആളുകൾക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ നിർവൃതി അണയാറുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് അവരെ തൊഴാനായിട്ടും അവരുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങാനായിട്ടും അടി വാങ്ങാനായിട്ടും ഒക്കെ നിന്ന് കൊടുക്കുന്ന ചില ഭക്ത വിഡ്ഢികളുമുണ്ട്. ഈ തെയ്യമൊക്കെ നടക്കുന്ന സമയത്ത് കുറേ പേര് കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ലൈസൻസ്ഡ് ആയിട്ടുള്ള അട്രോസിറ്റീസ് ഒക്കെ കാണിക്കാൻ അധികാരമുള്ള ആളുകളാണ് ഈ തെയ്യക്കോലങ്ങൾ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അത് ഓരോ നാടിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള തോന്നിയാസങ്ങളൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള സംഗതികളാണ്. ഇത് ഏത് ദൈവത്തിൻ്റെ ഏത് മതത്തിൻ്റെ ഭാഗമാണെന്നൊന്നും അറിയത്തില്ല. ഇതൊരു കലാപ്രകടനമാണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ ആളുകളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുക. ഇത് ദൈവവുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഓരോ കോപ്രായം കിട്ടുന്ന സമയത്ത് ആളുകൾക്ക് ഇത് ഫോഴ്സ്ഫുള്ളി അംഗീകരിക്കേണ്ടി വരും. വല്ലതും പറയാൻ പറ്റുമോ? അപ്പോഴത്തേനും വികാരങ്ങൾ അങ്ങ് വ്രണപ്പെടാൻ തുടങ്ങും.